മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെലവാക്കുന്നത് എന്തിനു വേണ്ടിട്ടാണെന്നറിയോ? യെസ്, വീട്. ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം കാണും. ആ വീടിന് വേണ്ടിയിട്ട് ആ വീട് തന്നെ കൊണ്ടുപോയിട്ട് പണയം വെക്കും. എന്നിട്ട് കിട്ടുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗവും ഓരോ മാസവും ആരായിട്ട് കൊണ്ടുപോകും? EMI ആയിട്ട് ബാങ്കുകാരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അവസാനം അതിങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് 15ഉം 20ഉം വർഷം കഷ്ടപ്പെട്ട് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടബോധം തോന്നുന്നത് പിറകിലേക്ക് നോക്കുമ്പോൾ എന്തിന് എന്നുള്ളൊരു തോന്നൽ വരും. ഒരു ചെറിയ കൂരയായിരുന്നാൽ പോലും 1 രൂപ കടമില്ലാതെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ സന്തോഷമായേനെ. ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത് നാളെ എനിക്ക് ഈ ജോലി ഉണ്ടാവില്ലേ എന്നുള്ളൊരു പേടിയിലായിരിക്കും ഓരോ വീട്ടുകാരും കിടന്നുറങ്ങുന്നുണ്ടാവുക. നാളെ എനിക്ക് ജോലി ഇല്ലെങ്കിൽ, കഴിഞ്ഞ 6 or 7 മാസം കൊറോണ സമയത്ത് നമ്മൾ അനുഭവിച്ചു. എന്ത്? ലോൺ അടക്കാതെ കഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് ഒരു 100 രൂപ കരി വാങ്ങാൻ പറ്റാതെ നമ്മൾ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടുകൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാവണം.